തിരുവനന്തപുരം പേട്ടയിൽ തീപിടുത്തം. പേട്ട ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന കടയിലാണ് തീപിടുത്തം ഉണ്ടായത്. കെട്ടിടത്തിന്റെ മേൽക്കൂര ഭാഗികമായി കത്തിനശിച്ചു. ചാക്ക ഫയർ സ്റ്റേഷനിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. സാന്ത്വന സജു വിവരങ്ങൾ നൽകും. തിരുവനന്തപുരം പേട്ട ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ കാണാം, ഈ പേട്ട ജംഗ്ഷന് സമീപത്തായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ഇലക്ട്രോണിക്സ് കടയിൽ ഇന്ന് 7:30യോടെയാണ് തീപിടുത്തം ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അത് ഓടിട്ട ഒരു പഴയ കെട്ടിടമാണ്. ഈ കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇപ്പോൾ എന്തായാലും തീ അണയ്ക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ചാക്ക ഫയർ സ്റ്റേഷനിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ അണച്ചിരിക്കുന്നത്. എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണമെന്ന് കൃത്യമായി നിലവിൽ വ്യക്തമായിട്ടില്ല. ശ്രീലക്ഷ്മി ഇലക്ട്രോണിക്സ് എന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് 7:30യോടെയാണ് ഈ സംഭവം ഉണ്ടായത്. സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ മറ്റാളുകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ ഒരു അപകടം ഒഴിവായിട്ടുണ്ട്. പ്രാഥമികമായി ഷോർട്ട് സർക്യൂട്ടോ മറ്റാകാം തീപിടുത്തത്തിന് കാരണമെന്നുള്ള പ്രാഥമിക നിഗമനമാണ് ഉള്ളത്. ഈ തൊട്ടടുത്തായിട്ട് തീപിടിച്ച കെട്ടിടത്തിന് തൊട്ടടുത്തായി തന്നെ നിരവധി വീടുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ തന്നെയും പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യസമയത്ത് തീ അണയ്ക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി. എന്തായാലും ഈ കെട്ടിടത്തിന്റെ മുകൾ ഭാഗമാണ് കൂടുതലായി തീ പിടിച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് കാണുകയും ചെയ്യാം. ഏതാണ്ട് ഭാഗികമായി അതിന്റെ മേൽക്കൂര കത്തി നശിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ചാക്ക ഫയർ സ്റ്റേഷനിൽ നിന്ന് 2 യൂണിറ്റ് എത്തി തീ അണച്ചിട്ടുണ്ട്. മറ്റാളുകൾക്കാർക്കും തന്നെ മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. തൊട്ടടുത്ത് തന്നെയാണ് ഫയർ സ്റ്റേഷൻ ഉള്ളത്. പെട്ടെന്ന് തീ അണയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം.